ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് കാണിക്കുന്നത്. അതും പച്ചിറച്ചിയോ മീനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രുചിയൊന്നും വ്യത്യാസം വരാതെ തന്നെ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കാണിക്കുന്നുണ്ട്. കൂട്ടത്തിൽ വളരെ വ്യത്യസ്തമായ തനി നാടൻ രീതിയിലുള്ള ഒരു പള്ളിക്കറി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ മീനും ഇറച്ചിയൊക്കെ സ്റ്റോർ ചെയ്യുന്ന ടിപ്സുകൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയേണ്ട, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കിക്കോളൂ. ആദ്യം തന്നെ പറയുന്ന ടിപ്പ്, നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഐസ് കട്ട പിടിച്ചിരിക്കുന്ന ഇറച്ചിയാവട്ടെ മീനാവട്ടെ പെട്ടെന്ന് അതെടുത്ത് അതിൻ്റെ ആ ഒരു ഐസ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി നേരം നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ടല്ലേ. ഇനി അങ്ങനെ ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ അത് വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ പറയുന്നത്. ആദ്യം തന്നെ ഞാൻ ഈ ഐസ് കട്ട പിടിച്ചിട്ടുള്ള ഇറച്ചി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പച്ചമീനും ഇറച്ചിയൊക്കെ ഫ്രഷായിട്ട് വാങ്ങിക്കൊണ്ട് വന്നാൽ തന്നെ നമ്മൾ കഴുകിയെടുക്കുന്നതാണ് വിനാഗിരിയിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറച്ചി നല്ല ക്ലീനാക്കി എടുക്കാനും പറ്റും, നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടില്ലേ, കുറച്ച് നേരം ഞാൻ വിനാഗിരിയിലും ഉപ്പിലും വെള്ളത്തിലും ഞാൻ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കിത് നല്ലപോലെ തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഐസ് പിടിച്ച ഇറച്ചിയാണെങ്കിലും അതിൻ്റെ ഒന്നും ടെൻഷൻ വേണ്ട. ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇറച്ചിയോ മീനോ ഒക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമുക്ക് കുറച്ചധികം മീനോ ഇറച്ചിയോ ഒക്കെ കിട്ടുന്ന സമയത്ത് അതെങ്ങനെയാണ് കേടാകാതെ രുചിയൊന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഇറച്ചി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴുകിയെടുക്കുന്നത് വിനാഗിരി അതിൻ്റെ ഉപ്പ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങി കൊണ്ടുവരുന്ന ഇറച്ചി സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് വിനാഗിരിയും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറച്ചി മാംസമൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ കുറച്ച് ഇറച്ചി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, അല്പം വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട്. ഇത് ഇറച്ചിയിൽ എന്ന പോലെ തന്നെ നമുക്ക് പച്ചമീനിലായാലും ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ആ ഒരു സമയം ലാഭിക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പം ഞാനിത് സ്റ്റോർ ചെയ്യുന്നത് ഇതിങ്ങനെ ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് ഒരു ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് പിന്നീട് ആവശ്യം വരുന്ന സമയത്ത് അത് പുറത്തേക്ക് വെച്ച് ഐസൊക്കെ കളഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാം. വീണ്ടും കഴുകേണ്ടതായിട്ടുള്ള ആവശ്യം വരില്ല. ഇനി അടുത്തതായിട്ട് മറ്റൊരു രീതിയിൽ ഇറച്ചി മീനൊക്കെ സ്റ്റോർ ചെയ്യുന്ന ടിപ്പാണ് കാണിക്കുന്നത്. സാധാരണ മിക്ക വീട്ടമ്മമാരും ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വലിയൊരു കണ്ടെയ്നർ എടുക്കണം. അതായത് നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഇറച്ചിയുടെയും മീനിൻ്റെ അളവിലും വലുതായിട്ടുള്ളൊരു കണ്ടെയ്നർ. എന്നിട്ട് അത് കുത്തി നിറയ്ക്കാതെ ഒരു പകുതിയോളം ലെവലിൽ നമുക്ക് ഇറച്ചിയോ മീനോ എന്താണോ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നികയ്ക്ക് നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ തന്നെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതിരിക്കാനും നമ്മൾ വീണ്ടും ഡീഫ്രോസ്റ്റൊക്കെ ചെയ്തിട്ട് ഐസിങ്ങൊക്കെ കളഞ്ഞ് നമ്മൾ ഇറച്ചിയെടുക്കുന്ന സമയത്ത് അത് നല്ല സോഫ്റ്റായിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. അടുത്തതായിട്ട് ഇറച്ചി വെച്ചിട്ട് നല്ലൊരു നാടൻ പള്ളിക്കറി ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ സവാളയൊന്നും വഴറ്റി സമയം കളയാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു ബീഫ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ പള്ളികളിലൊക്കെ കിട്ടുന്ന ആ ഒരു നെയ്ച്ചോറിൻ്റെ ഒപ്പമൊക്കെ കിട്ടുന്ന ഒരു പള്ളിക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 കിലോ ബീഫ് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 2 സവാള, നല്ല വലിപ്പമുള്ള സവാളയാണ് കേട്ടോ. അതിലേക്ക് 5-6 പച്ചമുളക് കീറിയത്, കറിവേപ്പില, ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല 1 ടീസ്പൂൺ,
ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം കുക്കറിൻ്റെ മൂടിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ വെന്ത് വരുന്ന പാകത്തിന് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു സ്പെഷ്യൽ മസാല കൂട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും ചേരുവകളാണ് കേട്ടോ. ഏലക്ക, പട്ട, ഒരു തക്കോലം, 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ പെരുംജീരകം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിയാതെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി അത് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് തരിതരിപ്പോട് കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി ആ പാനിൽ തന്നെ ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങ ചൂടാക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുത്തിട്ട് കരിയാതെ തന്നെ ചെറു തീയിലിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് അതും മാറ്റി വയ്ക്കാം. ഇനി ആ സമയം കൊണ്ട് കുക്കറിൻ്റെ ആ ഒരു ചൂടൊക്കെ തണുത്തിട്ട് നമുക്ക് ആ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ബീഫ് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. ബീഫ് ഇവിടെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള സവാള, തക്കാളി അതെല്ലാം തന്നെ നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ, ആ ഒരു ഗരം മസാല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്, അത് നമുക്ക് ഇതിലേക്ക് മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ ആ ഒരു തേങ്ങ റോസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ബ്രൗൺ കളറിലാക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചൂടൊന്ന് ആറിയതിന് ശേഷം മിക്സിയുടെ ആ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കാം. ഇതും നമുക്ക് ആ ഒരു ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പള്ളിക്കറി, ബീഫ് പള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ പള്ളികളിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ആ സ്പെഷ്യൽ മസാലയാണ് ഇതിൻ്റെ ആ ഒരു ഹൈലൈറ്റ്. അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഞാൻ ഞരടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ ചപ്പാത്തിക്കൊപ്പം, പൊറോട്ടയുടെ ഒപ്പം, ചോറിൻ്റെ ഒപ്പം എല്ലാം പോകുന്ന ഒരു കോമ്പിനേഷനാണ്. പള്ളികളിലൊക്കെ ഗീ റൈസിൻ്റെ ഒപ്പമാണ് ഇത് സെർവ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയിടുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.